അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയ കൂട്ടുകാർക്കും അൽഹാദി വോക്കൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് പറഞ്ഞിരുന്നത് അറബി അക്ഷരങ്ങൾ എങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ അറബി അക്ഷരങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, അതിന്റെ മഖ്റജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലും നമ്മൾ പറയുന്നത് ബാക്കി കുറച്ച് അക്ഷരങ്ങൾ കൂടിയാണ്. നമുക്ക് അക്ഷരങ്ങളിലേക്ക് നോക്കാം. ആദ്യമായി ത്വാഉം ളാഉം ആണ്. ത്വാ ളാ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇത് രണ്ടിന്റെ എഴുത്ത് രീതിയാണ്. രണ്ടും എഴുതുന്നത് ഒരുപോലെയാണ്. രണ്ടും ഒരു പുള്ളി വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ. ആദ്യമായി ത്വാ എന്നുള്ള അക്ഷരം, ഈ ത്വാ എന്നാണ് നമ്മൾ പറയാറ്. ത്വാ. ഓക്കെ. ത്വാ എന്ന അക്ഷരത്തിന്റെ മഖ്റജ് നാവിന്റെ തലയും നമ്മുടെ മുൻപല്ലിന്റെ മേലെ ഭാഗത്തിന്റെ ഊൻ ഭാഗമാണ്. മേലെ മുൻപല്ലിന്റെ ഊന് ഭാഗവും ഇവിടെ നിന്നാണ് ത്വാ പുറപ്പെടുന്നത്. ത്വാഇന്റെ ഇതേ മഖ്റജ് തന്നെയാണ് താഇനും ദാലിനും ഉള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞ അക്ഷരങ്ങളാണ്. ഇതേ മഖ്റജ് തന്നെയാണ്, ഇതേ ഉച്ചാരണ സ്ഥാനം തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെ മനസ്സിലാക്കാം? ത്വാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ സെൻട്രൽ ഭാഗം അല്പം താഴ്ന്നുകൊണ്ട് ത്വാ, നാവ് വളച്ചുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. ത്വാ, അത് വായ നിറയെ ശബ്ദം വരുന്ന രൂപത്തിലാണ് ത്വാ പറയാറുള്ളത്. ഓക്കെ. അടുത്തതാണ് ളാ എന്നുള്ളത്. ളാ എന്നാണ് അതിന്റെ ഉച്ചാരണം. ളാഇന്റെ മഖ്റജ് നാവിന്റെ തലയും മുൻപല്ലിന്റെ തലയുമാണ്. മേലെ മുൻപല്ലിന്റെ തലയും. ഓക്കെ. ളാ എന്നാണ് പറയാ. ളാ. ഓക്കെ. ഇതേ സ്ഥാനം തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ അക്ഷരങ്ങളായ ദാലിനും താഇനും ഉള്ളത്. ഇതേ ഉച്ചാരണ സ്ഥാനമാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ളാ പറയുമ്പോൾ അല്പം നാവ് വളച്ചുകൊണ്ട് ളാ, വായ നിറയെ ശബ്ദമുണ്ടാകുന്ന രൂപത്തിലാണ് ളാ പറയേണ്ടത്. ഓക്കെ. അപ്പോൾ ത്വാഉം ളാഉം. അടുത്ത 2 അക്ഷരങ്ങളാണ് ഗൈന്, ഗൈന്. ഈ ഐന് ഗൈന് എന്നുള്ള ഈ 2 അക്ഷരങ്ങൾ അത് തൊണ്ടയിൽ നിന്നുള്ള അക്ഷരങ്ങളാണ്. തൊണ്ടയുടെ അക്ഷരങ്ങളിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട അക്ഷരമാണ് ഐനും ഗൈനും. ഐനിൻ്റെ നോക്കുകയാണെങ്കിൽ തൊണ്ടയുടെ മധ്യഭാഗം ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. നമ്മൾ നോക്കിയാൽ കാണാം, ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ്. ഈ ഭാഗത്തു നിന്നാണ് ഐന് വരുന്നത്. എന്നാൽ ഇതേ ഭാഗത്തു നിന്നാണ് ഹ എന്നുള്ള അക്ഷരവും പുറപ്പെടുന്നത്. അപ്പൊ ഹാഇന്റെയും ഐനിന്റെയും മഖ്റജ് ഒന്ന് തന്നെയാണ്. പക്ഷെ ഹ വരുമ്പോൾ കാറ്റോട് കൂടിയാണ് വരിക, ഐനാകുമ്പോൾ കാറ്റില്ലാതെയും പുറപ്പെടും. ഗൈന് നോക്കുകയാണെങ്കിൽ ഗൈന് തൊണ്ടയുടെ അവസാന ഭാഗം, തൊണ്ട തീരുന്നിടത്ത്, അതായത് അണ്ണാക്ക് തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് തൊണ്ട തീരുന്നതിന്റെ അവസാന ഭാഗത്താണ് ഗൈൻ ഉണ്ടാകുന്നത്. നോക്കിയാൽ മനസ്സിലാകും. ഇതേ മഖ്റജിൽ നിന്ന് തന്നെയാണ് ഖ എന്നുള്ള അക്ഷരവും ഉണ്ടാകുന്നത്. ഖ ആകുമ്പോൾ കുറച്ച് മുഴക്കത്തോടെ കാറ്റോട് കൂടി വരുന്നതാണ്. ഗൈൻ ആകുമ്പോൾ കാറ്റില്ലാതെ. രണ്ടും സെയിം മഖ്റജാണ്. അടുത്ത 2 അക്ഷരങ്ങളാണ് ഫാഉം ഖാഫും. ഫാഇനും കാഫിനും എഴുത്ത് രീതി ഒരേപോലെയാണ്, പുള്ളി വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാഇന്റെ മഖ്റജ് എന്ന് പറയുമ്പോൾ ഫാ ഷഫത്താനി, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ചുണ്ട് മേലെ മുൻപല്ലും താഴെ ചുണ്ടുമാണ് ഫാഇന്റെ മഖ്റജ്. ഫാ എന്ന് തന്നെയാണ് ഉച്ചാരണവും. ഖാഫ്, ഈ ഖാഫിന്റെ മഖ്റജ് എന്ന് പറയുമ്പോൾ നാവിന്റെ അങ്ങേയറ്റം, നമ്മളെ നാവിന്റെ അങ്ങേയറ്റവും അണ്ണാക്കും കൂടി ചേരുന്നിടത്താണ് ഖാഫ് എന്നുള്ള അക്ഷരത്തിന്റെ മഖ്റജ് ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും എങ്ങനെയാണ് ഖാഫ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ അക്ഷരങ്ങൾ ത്വാ, ളാ, ഐന്, ഗൈന്, ഫാ, ഖാഫ്. ഇത്തരം അക്ഷരങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ത്വാ, ളാ, ഐന്, ഗൈന്, ഫാ, ഖാഫ്. ഓക്കെ. ഇൻഷാ അല്ലാഹ് ബാക്കി അക്ഷരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ, നിരീക്ഷണങ്ങളും നിരൂപണങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.